ശ്രീ എൻ സുഭാഷ് ബാബു, ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരാളാണല്ലോ താങ്കൾ. SP എന്ന നിലയിൽ പോലും റിപ്പോർട്ടുകൾ നൽകേണ്ടി വന്നിട്ടുണ്ടാവും താങ്കൾക്ക് ഈ ജയിൽ മോചനത്തിന് പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള റിപ്പോർട്ട്. ഇതിലെന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ? ഈ പറയപ്പെടുന്ന ആരോപണങ്ങൾ ശരിവെക്കുന്ന രീതിയിലാണോ കാര്യങ്ങൾ പോകുന്നത്? ഇത് സാധാരണഗതിയിൽ പോലീസിൻ്റെ റിപ്പോർട്ട് വേണമെന്നൊരു വ്യവസ്ഥയുണ്ട്. അത് പോലീസ് മിക്കവാറും അത് ഇല്ല എന്നായിരിക്കും എഴുതി കൊടുക്കുന്നത്. അല്ലെങ്കിൽ അവരുടെ സമ്മർദ്ദത്തിൻ്റെ പേരിൽ മാത്രമേ പോലീസ് എഴുതി കൊടുക്കൂ. അല്ലാണ്ട് എന്തായാലും ശരി ഒരു പ്രതിയെ റിലീസ് ചെയ്യാൻ വേണ്ടി സാധാരണഗതിയിൽ പോലീസ് റെക്കമെൻഡ് ചെയ്യാറില്ല. അത് ഒന്നാമത്തെ. രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പ്രൊബേഷൻ ഓഫീസർ എന്ന് പറഞ്ഞാൽ അവിടെ അവരുടെ ജയിലിൻ്റെ നിയന്ത്രണത്തിലുള്ള ഒരു ഓഫീസറെ പറ്റിയിട്ടാണ് റിപ്പോർട്ട് കൊടുക്കേണ്ടത്. പിന്നെ വേണേൽ അവരുടെ സൽസ്വഭാവം ഉറപ്പുവരുത്തുന്നതിന് എല്ലാ ജയിലിലും ഒരു പണിഷ്മെൻറ്റ് രജിസ്റ്ററുണ്ട്. ആ പണിഷ്മെൻറ്റ് രജിസ്റ്ററിൽ ഓരോ സമയത്ത് ഇവർ ചെയ്യുന്ന കുറ്റങ്ങൾ എന്താണെന്നും അതിനവിടെ നൽകിയ പണിഷ്മെൻ്റ് എന്നാണ് രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഈ രേഖ പ്രധാനമായിട്ടും ഇത് റിപ്പോർട്ട് കൊടുക്കുന്ന അവസരത്തിൽ അതല്ല ഇനിയിപ്പം അതിനെപ്പറ്റി ഏതെങ്കിലും കമ്മിറ്റി പരിഗണിക്കുകയാണെങ്കിൽ ഈ രേഖകളൊക്കെ പരിശോധിക്കണം എന്ന് ആണ് സാധാരണ നിർദ്ദേശങ്ങളുള്ളത്. അത് പരിശോധിച്ചോ ഇല്ലയോ നമുക്കറിയാൻ പറ്റില്ല. അതുപോലെ തന്നെ പല പ്രാവശ്യം നമ്മുടെ ഹൈക്കോടതികൾ 1995 ജസ്റ്റിസ് പത്മനാഭൻ നായർ ഉൾപ്പെടെയുള്ള അങ്ങോട്ട് പോയിട്ട് പേറ്റ 2023 സുപ്രീം കോടതി ജഡ്ജിമാരായ നമ്മുടെ കേരളക്കാരനായ ശ്രീ ജസ്റ്റിസ് CT രവികുമാർ, അതേപോലെ തന്നെ ജസ്റ്റിസ് MR ഷാ ഇവരൊക്കെ ഉൾപ്പെട്ട ബെഞ്ചിൽ പറഞ്ഞിട്ടുണ്ട് ഇവരുടെ സൽസ്വഭാവം കണക്കാക്കണം. അതുപോലെ തന്നെ ഒരു കാരണവശാലും ഈ പരോൾ പീരീഡ് ഈ പ്രീമച്ചർ റിലീസിന് ബാധകമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് അതൊരു ഗോവ ഗവൺമെൻറ്റിനെതിരെയുള്ളൊരു കേസാണ്. അതേപോലെ തന്നെ നമ്മുടെ ഇവിടെയും ഇതേമാതിരി പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെയുള്ള ആളുകൾക്ക് കൊടുക്കുകയാണെങ്കിൽ അത് ജുഡീഷ്യസ് ആയിരിക്കണം. അതുപോലെ തന്നെ ഡിസ്ക്രിമിനേഷൻ വേർതിരിവ് പാടില്ല. അതേപോലെ തന്നെ നിർബന്ധമായിട്ടും ഇതൊരു ന്യായമായിട്ടും ഈ വ്യക്തിയുടെ സ്വൽസ്വഭാവം ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള സുതാര്യത ഇതിനകത്തിലുണ്ടാവണം. ജയിൽ മാറ്റം വേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോൾ ജയിൽ മാറ്റം വേണമെങ്കിൽ ജയിലിൽ ആളുകളുടെ എണ്ണം കൂടിയത് കൊണ്ടോ മറ്റ് അസൗകര്യങ്ങളുടെ പേരിലോ ഒക്കെ ആണെന്ന് വേണമെങ്കിൽ എഴുതി വെക്കാം, ഇല്ലേ? ജയിൽ ഉപദേശക സമിതിക്ക് വേണമെങ്കിൽ ആ രീതിയിലുള്ള റിപ്പോർട്ടും നൽകാം, ഇല്ലേ? ചെയ്യാം. പക്ഷേ അത് സാധാരണ ഇപ്പം മുൻപ് ഈ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇപ്പം വനിതാ ജയിലിൽ നിന്നൊക്കെ മറ്റ് വേറൊരു തടവുകാരിയെ മർദ്ദിച്ചു, ഉദ്യോഗസ്ഥരെ ഭീഷണിപ്പെടുത്തി. എനിക്ക് തോന്നുന്നത് അതൊക്കെ അവിടുത്തെ ഈ രജിസ്റ്ററിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. കാരണം അവർ സാധാരണഗതിയിൽ അപ്പം തന്നെ അതിനകത്ത് എഴുതി വെക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ തിരിച്ചടിക്കരുതല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഓരോ നടപടികളും വരുന്ന അവസരത്തിൽ കൃത്യമായിട്ട് എഴുതാറുണ്ട്. എൻ്റെ അനുഭവത്തിൽ അങ്ങനെയാണ്. കാരണം അത് ഇടപെട്ടാലും ഇടപെട്ടില്ലെങ്കിലും ശരി അവരത് എഴുതിയില്ലെങ്കിലും എന്താ പറയുക, ഇത് എപ്പോഴെങ്കിലും ഇവരുടെ പേരിലേക്ക് നടപടി വരും. അത് വരുന്നതിന് അതിനെ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് അവർ സാധാരണ എഴുതി വെക്കാറുള്ളത്. അത് ആധികാരികമായ ഒരു രേഖയാണ്. ആ രേഖ പരിശോധിക്കേണ്ടതായിട്ടാണ്. അത് പരിശോധിച്ച് മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഡിസ്ക്രിമിനേഷൻ, ഇപ്പം നേരത്തെ പറഞ്ഞ് 25 കൊല്ലം ആളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞ് അവരെ അത് ഡിസ്ക്രിമിനേഷനാണല്ലോ തീർച്ചയായിട്ടും. അത് തരുന്നില്ലെങ്കിൽ അവരോട് പറയാം. അവർക്കിപ്പോൾ 14 വർഷം കഴിഞ്ഞ് അർഹതയുണ്ടെങ്കിൽ അവരോട് അങ്ങോട്ട് പറയണം. ഈ പ്രൊബേഷൻ ഓഫീസർ എന്ന് പറയുന്ന ആൾ ജയിൽ ഉദ്യോഗസ്ഥൻ്റെ പണി അത് തന്നെയാണ്. അവർക്ക് അനുകൂലമായിട്ട് ഏതെങ്കിലും നിയമവ്യവസ്ഥയുണ്ട് അത് അവർക്ക് പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ടത് ചെയ്യിക്കാൻ ശ്രമിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതൊന്നും ഇവിടെ ഉണ്ടാകാത്ത രീതിയിൽ ഈ ഒരു കേസിൽ മാത്രം. അതുപോലെ തന്നെ ഈ പരോളുള്ള സമയം ഏതാണ്ട് 500 ദിവസത്തോളം ഉണ്ട്. 500 ദിവസം ഇതിന് പരിഗണിക്കരുത്. 14 വർഷം കൃത്യമായിട്ട് പൂർത്തീകരിക്കണം. അതിന് കുറേ കണക്കുകളൊക്കെ ഉണ്ട്. ഞാൻ നേരത്തെ ശ്രീ മഞ്ജുഷിനോട് പറഞ്ഞിരുന്നു, ഈ കണക്കിനകത്തുള്ള കൃത്രിമങ്ങളാണ് ഇത് നടക്കുന്നത്. ഇതൊക്കെയൊന്നും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹോളിഡേ ബാധകമല്ല. അതുപോലെ തന്നെ സൽസ്വഭാവം ഉണ്ടെങ്കിൽ 2 ദിവസം മാസത്തെ കുറയ്ക്കാം. അതുപോലെ തന്നെ ജോലി കൃത്യമായിട്ട് ചെയ്ത് കഴിഞ്ഞ് ഇതൊന്നും ചെയ്തില്ല എന്നാണ് അവർ പറയുന്നത്. അവരുടെ രേഖ എങ്ങനെയാണ്? പിന്നെ ആ രീതിയിലുള്ള എലിജിബിലിറ്റി ഒന്നും ഇവർക്ക് സാധാരണഗതിയിൽ നമ്മൾ അറിയുന്ന റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് ബാധകമാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്തായാലും ശരി, ഗവർണറുടെ അടുത്ത് ചെല്ലണം. ഗവർണറുടെ അടുത്ത് ചെല്ലുന്ന അവസരത്തിൽ ഇതൊക്കെ പരിശോധിച്ചില്ല എന്ന് ആരെങ്കിലും റിപ്പോർട്ട് കൊടുക്കുകയാണെങ്കിൽ അദ്ദേഹം അത് പരിശോധിക്കാനൊക്കെ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് അത് ഒഴിവാക്കപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതല്ലെങ്കിൽ കോടതിയെ സമീപിക്കാം, ഗവർണറെ സമീപിക്കാം, കോടതിയെ സമീപിക്കാം, ഗവൺമെൻറ്റിനെ തന്നെ. ഇതിനിപ്പം ഗവർണർ ഉത്തരവ് വരുന്നതിന് മുമ്പ് തന്നെ ഗവൺമെൻറ്റിനെ സമീപിക്കാം. ഗവൺമെൻറ് വേണമെങ്കിൽ ഗവർണറുടെ അടുത്തുനിന്ന് അത് മടക്കി വാങ്ങാം. അപ്പോൾ ഏതെങ്കിലും നടപടികൾ സ്വീകരിക്കുക. എന്തായാലും ഈ കേസിൽ ശക്തമായ നിയമപരമായ എതിർപ്പുകളുണ്ടാവും. ആ എതിർപ്പുകൾ ഉണ്ടാവുന്ന വർഷത്തിൽ അത്ര പെട്ടെന്ന് ചിലപ്പോൾ ഇത് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മന്ത്രിസഭാ തീരുമാനം ചിലപ്പോൾ പിടിച്ചു വയ്ക്കുവാനുള്ള സാധ്യതയുണ്ട്. ഗവർണറാണ് അതിൽ തീരുമാനം എടുക്കേണ്ടത്.